ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു R4I. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് അഥവാ ETF എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഗ്ലോബലി നോക്കുമ്പോൾ വളരെയധികം പ്രചാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ US മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ടിനേക്കാൾ ഫണ്ട് ഒഴുകുന്നത് ETFകളിലേക്കാണ്. ഇപ്പോൾ 2025 ജനുവരിയിലെ US ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ അവിടുത്തെ ETF ഇൻഡസ്ട്രി $90 ബില്യൺ ഒരു നെറ്റ് ഇൻഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അത് ഹയസ്റ്റ് എവർ ഇൻഫ്ലോ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിനേക്കാൾ കൂടുതലാണ് അവിടുത്തെ നെറ്റ് ഇൻഫ്ലോ. എന്നാൽ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫെബ്രുവരി മാസത്തെ ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ അവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് 29,242 കോടിയാണ്. കഴിഞ്ഞ മാസത്തെ തന്നെ ഫെബ്രുവരിയിലെ AMFIയുടെ അഥവാ അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യയുടെ ഒരു ഡാറ്റ പ്രകാരം ETFകളിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 3,846 കോടി മാത്രമാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള AMFIയുടെ ആ ഒരു മാർച്ച് മാസത്തെ ഡാറ്റ അത് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി മാറി മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഈ ETF പോപ്പുലർ ആവാത്തത്, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഒരു അവയർനെസ് ഇല്ലായ്മയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ പരമ്പരാഗതമായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് ശീലിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റേഴ്സാണ് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത അതിന് ലാർജ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്. കൂടാതെ അതിന് അഗ്രസീവ് മാർക്കറ്റിംഗും ഉണ്ട്. ഇഷ്ടംപോലെ ഏജൻറ്റുമാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇൻവെസ്റ്റേഴ്സിനെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് മ്യൂച്വൽ ഫണ്ടിലേക്ക് ചേർക്കാൻ സാധിക്കും. എന്നാൽ ETF അങ്ങനെ ഒരു സംവിധാനമില്ല. അപ്പോൾ ETF എന്ന് പറയുന്നത് സ്റ്റോക്ക് പോലെ തന്നെ ആളുകൾ സ്വയം ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതുകൊണ്ടാണ് ETF ഇന്ത്യയിൽ പ്രത്യേകിച്ച് വലിയൊരു ഇൻഫ്ലോ നമ്മൾ കാണാൻ പറ്റാത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ETF ഇതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവിടെ ലിക്വിഡിറ്റി പ്രോബ്ലം അതൊരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആയി മാറാറുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ആദ്യമായിട്ട് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് വരുന്നത് 2001 ആദ്യമായിട്ട് വന്നത് നിഫ്റ്റി ബീസ് ആയിരുന്നു. അതായത് നിഫ്റ്റി ബെഞ്ച്മാർക്ക് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് എന്നാണ് ഈ ബീസിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇത് നിഫ്റ്റി 50 ഇൻഡെക്സിനെ ഫോളോ ചെയ്യുന്ന അതും ഒരു അണ്ടർലൈങ് അസറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ ട്രാക്ക് ചെയ്തു പോകുന്ന ഒരു ETF ആയിരുന്നു. അപ്പോൾ ഈ ഒരു ETF ആയിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഓപ്ഷൻസ് ഇല്ലായിരുന്നു. നമുക്കറിയാം നിഫ്റ്റി 50യുടെ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു 10 to 15 ഇടയ്ക്കുള്ള ഒരു ആവറേജ് റിട്ടേൺ ആണ് നമ്മൾ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് വെച്ച് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് തീർച്ചയായിട്ടും കൂടുതൽ റിട്ടേൺ സ്വാഭാവികമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ആക്റ്റീവ് മാനേജേഴ്സ് ഉള്ളതുകൊണ്ട് സ്റ്റോക്കുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് ബെറ്റർ റിട്ടേൺ നൽകാൻ മ്യൂച്വൽ ഫണ്ട് ആക്റ്റീവ് മാനേജേഴ്സിന് കഴിയും എന്നുള്ള ധാരണ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പാസീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ആളുകൾ പോകാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൊതുവെ ETF നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പ്രധാനമായിട്ടും ഇൻഡെക്സുകളിൽ മാത്രമാണ്. അതിൽ തന്നെ വളരെ ചുരുങ്ങിയ ETF മാത്രമേ ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പക്ഷേ നമുക്ക് കൂടുതൽ 200-ലധികം ETFകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ETF ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ ഒരു പ്രത്യേകത അവരൊരു ഈസി ഗോയിങ് നേച്ചറുള്ള ആളുകളായിരിക്കും. അതായത് വലിയ തലപുകഞ്ഞുകൊണ്ട് സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യാൻ മടിയുള്ളവരും, അതേപോലെ തന്നെ എന്നാൽ സ്വന്തമായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് ഒക്കെ ഉണ്ട്, അത് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാനും അതുപോലെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചുകൂടി ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ചില സെക്ടറുകളിൽ ഒരു മുന്നേറ്റം കാണുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇൻവെസ്റ്റേഴ്സാണ് പൊതുവെ നമുക്ക് ETF കാണാൻ കഴിയുക. കൂടാതെ ETF ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു പാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു എക്സ്പെൻസ് അവിടെ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചിലവ് കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയായിട്ട് കണക്കാക്കാൻ പറ്റും. ഇത് കൂടാതെ ഒരു ലോങ് ടേം വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ വലിയ റിസ്ക് എടുക്കാതെ ലോ റിസ്കിൽ എന്നാൽ ലോ റിട്ടേൺ എന്നുള്ള ഒരു സമീപനം വെച്ച് പുലർത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലോങ് ടേം ഇൻവെസ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയാണ്. പ്രത്യേകിച്ച് FDയേക്കാൾ ബെറ്റർ റിട്ടേൺ നൽകുമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ETF എന്ന് പറയുന്നത് തന്നെ വലിയ തോതിൽ ഡൈവേഴ്സിഫൈ ചെയ്ത ഒരു കാര്യമാണ്. അത്തരത്തിൽ 3-4 നമ്മൾ ETF എടുക്കുമ്പോൾ നമ്മൾ വലിയ ഒരു ക്യാൻവാസിലേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മാർക്കറ്റ് വോളറ്റിലിറ്റിയെ ചില സമയങ്ങളിൽ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് കൂടാതെ നമുക്ക് റിയൽ ടൈം ഒരു സ്റ്റോക്ക് പോലെ തന്നെ അതിൻ്റെ വിലയിൽ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നമുക്ക് അന്ന് രാത്രി കമ്പനി പ്രഖ്യാപിക്കുന്ന NAV മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടുക. അപ്പോൾ അതെത്രയാണ് നമുക്ക് നെക്സ്റ്റ് ഡേ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. എന്നാൽ ഒരു ETF സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിലയിൽ നമുക്ക് വിൽക്കാനോ അല്ല ഇഷ്ടപ്പെട്ട വിലയിൽ നമുക്ക് വാങ്ങാനോ കഴിയും എന്നുള്ള ഒരു പ്രത്യേകതയും ഇതിനുണ്ട്. അപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ
ഒരു ഡാറ്റ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ETF ഇന്ത്യയിൽ പ്രിയം കൂടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൻ്റെ പ്രചാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതായിട്ട് ഡാറ്റകൾ നോക്കി നമ്മൾ മനസ്സിലാവും. ഉദാഹരണത്തിന് 2025 ഫെബ്രുവരിയിലെയും 2025 മാർച്ചിലെയും ഈ ഡാറ്റകൾ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഗോൾഡ് ETF ഫെബ്രുവരിയിൽ 19 സ്കീമുകളാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 20 സ്കീമുകളായിട്ട് ഉയർന്നിട്ടുണ്ട്. അതുപോലെ ETF-കളിൽ 222 സ്കീമുകൾ ഉണ്ടായത് ഇപ്പോൾ 232 സ്കീമുകളായിട്ട് നമുക്ക് മറ്റ് ETF-കളിൽ കാണാൻ പറ്റും. അതായത് കൂടുതൽ AMCകൾ അവരുടെ പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിങ്ങിനെ ETF ആയിട്ട് ഇറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോളിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ETF ഇൻവെസ്റ്റേഴ്സിൻ്റെ എണ്ണം നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു ഫോളിയോയുടെ അടിസ്ഥാനത്തിലാണ്. ആ ഫോളിയോ വെച്ച് നോക്കുമ്പോൾ ഗോൾഡ് ETF ഏകദേശം ഫെബ്രുവരിയിൽ 68 ലക്ഷം ഉണ്ടായിരുന്നത് ഇപ്പോൾ 69 ലക്ഷമായിട്ട് ഉയർന്നതായിട്ട് കാണാം. അതുപോലെ മറ്റ് ETF നമ്മൾ നോക്കുകയാണെങ്കിൽ 1,97,00,000 ഉണ്ടായിരുന്നത് ഇപ്പോൾ 2 കോടിയിലേക്ക് അധികമായിട്ട് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിലേക്കുള്ള നെറ്റ് ഇൻഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരിയിൽ ഗോൾഡ് ETF 1979 കോടിയുടെ ഒരു ഇൻഫ്ലോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാർച്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 77 കോടിയുടെ നെറ്റ് ഔട്ട്ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത് ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം ഷൂട്ടപ്പ് ചെയ്തപ്പോൾ ധാരാളം ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് ഗോൾഡ് ETF വിറ്റതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നെറ്റ് ഫ്ലോ മൈനസ് ആയിട്ട് നമുക്ക് കാണുന്നത്. എന്നാൽ മറ്റ് ETF-കളിൽ നമ്മൾ കാണുന്നത് 3846 കോടി ഫെബ്രുവരിയിൽ ഫണ്ട് ഫ്ലോ ഉണ്ടായിരുന്ന ETF-കളിൽ ഇപ്പോൾ മാർച്ചിൽ നമ്മൾ നോക്കുമ്പോൾ അത് 10,961 കോടിയായിട്ട് വലിയൊരു ജമ്പ് ETF-ൽ വന്നതായിട്ട് കാണാം. അതുപോലെ നമ്മൾ ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 55,677 കോടി ഗോൾഡ് ETF ഉണ്ടായിരുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇതിപ്പോൾ 58,887 ആയിട്ട് ഉയർന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ മറ്റ് ETF-കളിൽ 7,26,000 കോടിക്ക് മേലെ ഉണ്ടായിരുന്ന അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഇപ്പോൾ 7,79,000 മുകളിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ ഡാറ്റകളൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും ETF-കളിൽ ഇത്തരത്തിലുള്ള വളരെ മോശം മാർക്കറ്റ് കണ്ടീഷനിലും ആളുകൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ മാർച്ച് മാസത്തിൽ ഉണ്ടായിട്ടുള്ള മാർക്കറ്റ് റിക്കവറി ഒരുപക്ഷെ ആളുകളെ ഈ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഇതേ കാലയളവിൽ മ്യൂച്വൽ ഫണ്ടിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞതായിട്ടും കാണുന്നുണ്ട്. 14% മ്യൂച്വൽ ഫണ്ടിലെ നെറ്റ് ഇൻഫ്ലോ കുറഞ്ഞിട്ടുണ്ട് എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ നിന്നും ആളുകൾ ചെറിയ തോതിൽ, അതേപോലെ സ്റ്റോക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളും ചെറിയ തോതിൽ ETF-കളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ലിക്വിഡിറ്റി വളരെ പ്രധാനമാണ് ഓരോ ETF-കളിൽ. അപ്പോൾ ETF-കളിൽ വോളിയം വർദ്ധിച്ച 7ഓളം ETF നമുക്കിവിടെ പരിചയപ്പെടാം. ഈ ETF-കൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മാനദണ്ഡം എന്ന് പറയുന്നത് 3 മന്ത്സിൻ്റെ ആവറേജ് മന്ത്ലി വോളിയം എടുക്കുകയും അതുപോലെ 1 മന്തിൻ്റെ ആവറേജ് വോളിയം എടുക്കുകയും അതിൻ്റെ ആ ഒരു ഡിഫറൻസ് ചേഞ്ച് എത്ര ഉണ്ടായിട്ടുണ്ട് എന്ന് നോക്കുകയും അതിൻ്റെ ആ ഒരു അപ്സൈഡ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള 7 ETF-കളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 മാസത്തെ ആവറേജ് മന്ത്ലി വോളിയം ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ETF-കളുടെ ആ ഒരു ഓർഡറിലാണ് 1 by 1 ആയിട്ട് പറയുന്നത്. ഒന്നാമത്തേത് ഗോൾഡ് ബീസ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ETF ഗോൾഡ് ബീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ആ ഗോൾഡ് പ്രൈസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ETF ആണ്. ഇപ്പോൾ അതിൻ്റെ വില ഏകദേശം 78 രൂപയുടെ അടുത്താണ്. ഒരു വർഷം ഇത് നൽകിയ റിട്ടേൺ 25.83% ആണ്. അപ്പോൾ 3 വർഷത്തെ ഇതിൻ്റെ വോളിയം 1,79,00,000 നിന്ന് 2,31,00,000 മുകളിലേക്ക് പോയതായിട്ട് കാണാം. അപ്പോൾ ഏകദേശം 28% ഒരു അപ്സൈഡ് മൂവാണ് വോളിയത്തിൽ നമുക്ക് ഈ ഗോൾഡ് ETF-ൽ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് വളരെയധികം നിരാശപ്പെടുത്തിയ മാസങ്ങളിൽ തീർച്ചയായിട്ടും ആളുകൾ കൂടുതലായിട്ട് ഗോൾഡ് ETF-ലേക്ക് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ രീതിയിലുള്ള ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേപോലെ മറ്റൊരു ETF വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുള്ളത് മറ്റൊരു കമ്മോഡിറ്റി ETF ആയിട്ടുള്ള സിൽവർ ബീസാണ്. നിപ്പോൺ ഇന്ത്യയുടെ സിൽവർ ETF എന്ന് പറയുന്ന ഇതിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ ഒരു പേര് എന്ന് പറയുന്നത് സിൽവർ ബീസ് എന്നാണ്. ഇത് സിൽവർ പ്രൈസിനെയാണ് ട്രാക്ക് ചെയ്യുന്നത്. 90 രൂപ എന്ന റേഞ്ചിലാണ് നമുക്കിപ്പോൾ അതിൻ്റെ പ്രൈസ് കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം 9% റിട്ടേൺ ആണ് ഇത് നൽകിയിട്ടുണ്ട്. ഗോൾഡിൻ്റെ അത്ര റിട്ടേൺ ഇത് നൽകിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ വോളിയം ഇതേപോലെ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 മാസത്തെ ആവറേജ് വോളിയം 68 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇപ്പോൾ അത് ഒരു മാസത്തേത് 89 ലക്ഷത്തിന് മുകളിൽ പോയതായിട്ട് കാണാം. ഏകദേശം 30% ഒരു അപ്സൈഡ് മൂവ് വോളിയത്തിൽ നമുക്ക് സിൽവർ ETF-ൽ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട മുന്നേറ്റം നടത്തിയ ഒരു ETF ആണ് നിഫ്റ്റി ബീസ്. ഇതൊരു ബേസിക് ആയിട്ടുള്ള ഏറ്റവും പഴയ ETF ആണ്. നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ഈ ഒരു ETF നിഫ്റ്റി ബീസ് എന്ന പേരിലാണ് എക്സ്ചേഞ്ചിൽ അറിയപ്പെടുന്നത്. ഇത് നിഫ്റ്റി 50 ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ETF. 255 രൂപ റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ വില നമ്മൾ കാണാൻ കഴിയുക. കഴിഞ്ഞ ഒരു വർഷം 2.57% നേരിയ റിട്ടേൺ മാത്രമാണ് ഇത് നൽകിയത്. എങ്കിലും പോസിറ്റീവാണ് റിട്ടേൺ എന്ന് നോക്കുന്നത്. കാരണം മാർച്ചിലെ റിക്കവറി കാരണമാണ് നിഫ്റ്റി 50
ഇങ്ങനെ ഒരു പോസിറ്റീവ് റിട്ടേൺ നൽകിയത്, അല്ലായിരുന്നെങ്കിൽ നെഗറ്റീവിലേക്ക് പോകുമായിരുന്നു. 3 മാസത്തെ ആവറേജ് വോളിയം നോക്കുകയാണെങ്കിൽ 70 ലക്ഷത്തിന് മുകളിലുള്ള ഈ ഒരു ETF ഒരു മാസത്തെ ആവറേജ് വോളിയം 87 ലക്ഷത്തിന് മുകളിൽ പോയതായിട്ട് കാണാം. ഏകദേശം 23% ഒരു അപ്സൈഡ് അവിടെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് IT ബീസ് ആണ്. നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ഈ ഒരു ETF IT ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ETF ആണ്. 35 രൂപ റേഞ്ചിൽ കാണുന്ന ഈ ഒരു ETF കഴിഞ്ഞ ഒരു വർഷം നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. നമുക്കറിയാം IT സെക്ടർ വളരെയധികം അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഈ ETF മൈനസ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇവിടെ വോളിയം ഇപ്പോൾ ഇൻക്രീസ് ആയതായിട്ട് കാണാൻ പറ്റും. 3 മാസത്തെ ആവറേജ് വോളിയം 56 ലക്ഷമാണെങ്കിൽ ഇപ്പോൾ അത് 87 ലക്ഷമായിട്ട് ഉയർന്നതായിട്ട് ഒരു മാസത്തെ ആവറേജ് വോളിയത്തിൽ കാണാൻ കഴിയും. അതുപോലെ ഇത് ഏകദേശം 54% ഒരു അപ്സൈഡ് മൂവാണ്. മറ്റൊരു ETF വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ലോ വോളറ്റിലിറ്റി ETF ആണ്. ICICI Prudential AMCയുടെ ഈ ഒരു ETF നിഫ്റ്റിയുടെ ഒരു സ്ട്രാറ്റജിക് ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 100 ലോ വോളറ്റിലിറ്റി 30, അതായത് നിഫ്റ്റിയിലെ ടോപ്പ് 100 കമ്പനികളിൽ ഏറ്റവും വോളറ്റിലിറ്റി കുറഞ്ഞ 30 സ്റ്റോക്കുകളുടെ ഒരു ETF ആണ് ഈ പറയുന്ന ലോ വോളറ്റിലിറ്റി ETF. അപ്പോൾ ഇത് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു നിഫ്റ്റിയുടെ ഈ ഒരു സ്ട്രാറ്റജിക് ഇൻഡെക്സ് ആണ്. അപ്പോൾ അവിടെ അതിൻ്റെ വില കാണുന്നത് 20 രൂപയാണ്. കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ 3.49% ആണ്. അത് നിഫ്റ്റി 50യേക്കാൾ നല്ല റിട്ടേൺ അത് നൽകിയിട്ടുണ്ടെന്ന് അർത്ഥം. 3 മാസത്തെ വോളിയം ആവറേജ് നോക്കുകയാണെങ്കിൽ 44 ലക്ഷമാണ്. അതിപ്പോൾ വലിയ തോതിൽ ഇൻക്രീസ് ആയിട്ട് ഒരു മാസത്തെ ആവറേജ് വോളിയം 81 ലക്ഷമായിട്ട് ഉയർന്നതായിട്ട് കാണാം. അപ്പോൾ ഏകദേശം 85% ഒരു അപ്സൈഡ് മൂവാണ് ഈ ഒരു ലോ വോളറ്റിലിറ്റി ETF ഉണ്ടായിട്ടുള്ളത്. വോളിയം ഇൻക്രീസ് ആയിട്ടുള്ള മറ്റൊരു ETF ഫാർമ ബീസ് ആണ്. നിപ്പോൺ ഇന്ത്യയുടെ തന്നെ ഈ ഒരു ETF ഫാർമ ബീസ് എന്ന പേരിലാണ് എക്സ്ചേഞ്ചിൽ അറിയപ്പെടുന്നത്. നിഫ്റ്റിയുടെ ഫാർമ ഇൻഡെക്സ് ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. 20 രൂപ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ്. 9% റിട്ടേൺ കഴിഞ്ഞ വർഷം ഇത് നൽകിയതായിട്ട് കാണാം. 3 മാസത്തെ ആവറേജ് വോളിയം 37 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 1 മന്ത് വോളിയം നോക്കുകയാണെങ്കിൽ 49 ലക്ഷമായിട്ട് ഉയർന്നതായിട്ട് കാണാം. 32% ഒരു അപ്സൈഡ് മൂവ് ഈ ഒരു ETF നടന്നതായിട്ട് കാണാം. ഏറ്റവും അവസാനമായിട്ട് ICICI Prudentialന്റെ തന്നെ നിഫ്റ്റി 200 മൊമെൻറ്റം 30 ഇൻഡെക്സ് അതിന് ഫോളോ ചെയ്യുന്ന MOM 30I ETF, അതാണ് അതിൻ്റെ എക്സ്ചേഞ്ചിലുള്ള പേര്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുന്നത് നിഫ്റ്റിയിലെ ടോപ്പ് 200 കമ്പനികൾ, അതിൽ ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും അടങ്ങിയ 200 കമ്പനികളിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന മൊമെൻറ്റം 30 സ്റ്റോക്കുകളെയാണ് ഇത് ട്രാക്ക് ചെയ്യുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രൈസ് 27 രൂപയാണ്. പക്ഷേ കഴിഞ്ഞ ഒരു വർഷം -14% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയത്. നമുക്കറിയാം മൊമെൻറ്റം സ്റ്റോക്കുകളൊക്കെ വലിയ തോതിൽ ക്രാഷായ മാസത്തിലൂടെയാണ് ഇത് കടന്നുപോയത്. അതുകൊണ്ടാണ് ഈ ഇത്ര വലിയൊരു നെഗറ്റീവ് റിട്ടേൺ നമ്മൾ കാണുന്നത്. പക്ഷേ എന്നിട്ടും ഇപ്പോൾ ഒരു മാർക്കറ്റ് റിക്കവർ ആയപ്പോൾ ആളുകൾ ഈ മൊമെൻറ്റം സ്റ്റോക്കുകളെ തെരഞ്ഞു പോകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതിലെ വോളിയം വലിയ തോതിൽ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 മന്ത്സ് വോളിയം 25 ലക്ഷത്തിൽ നിന്നിപ്പോൾ 1 മന്ത് വോളിയം നമ്മൾ നോക്കുകയാണെങ്കിൽ 42 ലാക്സിൽ മുകളിലേക്ക് പോയതായിട്ട് കാണാം. ഏകദേശം 67% ഒരു അപ്സൈഡ് മൂവ് അവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു 7 ETFകളിൽ ഏറ്റവും കൂടുതൽ വോളിയം വർദ്ധിച്ചിട്ടുള്ളത് ഈ ഒരു മൊമെൻറ്റം ETF-ലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ ഒരു 7 ETF കഴിഞ്ഞ വർഷം ആരെങ്കിലും ഒരേപോലെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ അവരുടെ റിട്ടേൺ ഏകദേശം ആവറേജ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഈ റിട്ടേൺ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 30% റിട്ടേൺ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ 30% റിട്ടേൺ എന്ന് മോശം റിട്ടേൺ അല്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മൊത്തത്തിൽ എല്ലാവരുടെയും പോർട്ട്ഫോളിയോ റെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 30% റിട്ടേൺ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര മോശം മാർക്കറ്റ് കണ്ടീഷനിൽ അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു റിട്ടേൺ സഹായിച്ചിട്ടുള്ളത് ഗോൾഡ് ETF ആണ്. അപ്പോൾ അവിടെ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ കമ്മോഡിറ്റിയിലും സ്റ്റോക്കിലും നടന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിട്ടേൺ ഉണ്ടായത്. അപ്പോൾ അവിടെ ഗോൾഡിൻ്റെ റിട്ടേൺ 25%, സ്റ്റോക്ക് ETF-ൻ്റെ റിട്ടേൺ 5% മാത്രമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഏകദേശം 30% ഒരു റിട്ടേൺ ആവറേജ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ETF-കളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.